അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് സ്വാഗതമൊന്നുമില്ല പറയുന്നതില്ല. കാരണം ഒരു കുടുംബ സംഗമം പോലെ, സൗഹൃദ സംഗമം പോലെയുള്ള ഒരു കൂട്ടായ്മയാണ്. ഇതിലത്തൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ കണ്ണൂരിൽ കുറച്ച് പേര് ചേർന്നിട്ട് ആർട്ട്ലിറ്റ് എന്ന പേരിൽ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചറൽ സ്പേസ് എന്ന് അർത്ഥം വരുന്ന സാംസ്കാരിക ഇടം എന്ന് പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ എസ് പ്രശാന്ത് കൃഷ്ണൻ അദ്ദേഹം എൻ്റെ തനിയെ എന്ന് പറയുന്ന ഈ കാവ്യ സമാഹാരത്തിലെ ഒരു കവിത ആലപിച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ പ്രവേശകം ആരംഭിക്കുന്നത്. ഗാന്ധിയെ വരയുന്നു കുട്ടികൾ, വാക്കിൽ വരകളിൽ നിറങ്ങളിൽ ഗാന്ധിയെ തിരയുന്നു കുട്ടികൾ. ഗാന്ധിയെ വരയുന്നു കുട്ടികൾ, വാക്കിൽ വരകളിൽ നിറങ്ങളിൽ ഗാന്ധിയെ തിരയുന്നു കുട്ടികൾ. ചിറകിൽ ചിത്രമെഴുതിയ ശലഭങ്ങൾ, രഘുപതി രാഘവ പാടും കിളിജാലം, സഹനങ്ങളുടെ വേനലുതിർക്കും നിശ്ചല നീലാകാശം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ആളുകളുടെ എണ്ണത്തിലല്ല വണ്ണത്തിനാണ് മഹാത്മ്യമെന്ന്. ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരെല്ലാം സഹൃദയരാണ് എന്നതിനുമപ്പുറം കരുക്കനമുള്ള അക്ഷരോപാസകരാണ്. അതുപോലെ വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. ഇവിടെ നേരത്തെ രാഘവ മാഷും അതുപോലെ നമ്പ്യാർ മാഷും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയുണ്ട്. എന്നുള്ള ഒരൊറ്റ കവിത മതി അയാൾ മലയാള സാഹിത്യത്തിൽ കവികളുടെ കൂട്ടത്തിൽ അഗ്രിമസ്ഥാനം കിട്ടാൻ വേറെ ഒന്നും വേണ്ടെന്നാണ് എൻ്റെ എളിയ ഒരു നിരൂപണ ബുദ്ധിയോട് കൂടിയിട്ട് ഇതിനെ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഒരു ഡസനിലധികം അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? എത്ര 20 അങ്ങനെ. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ശരം തൊടുക്കും, കൊള്ളേണ്ട ആളുകൾക്കൊക്കെ കൊണ്ടോട്ടെ, മുറിവേറ്റോട്ടെ, എനിക്ക് സന്തോഷമാണ്. ഇതൊരു അങ്ങനെ ഒരു കടുംപിടുത്തുണ്ട്. പ്രണവമന്ത്രധ്വനിതൻ ശ്രുതി പോലെ പടരുമീ രാഗതരുവിൽ ദലമർമരങ്ങൾ ജീവധാര പോലൊഴുകിയെത്തുന്നു പ്രണയം. കണ്ണൂരിനെ ഞാൻ എത്രമാത്രം അന്യനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ബാബുരാജ് വേണ്ടി വന്നു. കാരണം ഞങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചിരുന്ന കണ്ണി, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ണൂർ താമസം തുടങ്ങിയിട്ട്, പാപ്പനശ്ശേരിയിൽ താമസം തുടങ്ങിയിട്ട് 4 വർഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഈ ബാബുരാജിൻ്റെ ഒരു തമാശയുടെ ഭാഗമായിട്ടാണ്. സമയവുമില്ല, നമുക്ക് 10 മിനിറ്റാണ് തന്നിരിക്കുന്നത്. അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, കാരണം കുറേ പേര് സംസാരിക്കാൻ. ഇപ്പോൾ 1960-കൾക്ക് ശേഷം ജനിക്കാനിടയാവുകയും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കാൻ ഇടവരികയും ചെയ്ത ഇത്ര പ്രഗത്ഭരായിട്ടുള്ള ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഞ്ചിടിപ്പ് സത്യത്തിലുണ്ട്. അതിന് ഈ തണുപ്പ് ഇത്തിരി കൂടെ കൂട്ടി എന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോസ്കോയിൽ നിന്ന് ബത്ഫത്തിനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി. ഈ പുസ്തകം കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നിട്ട് ബാബുരാജനോട് പറഞ്ഞു, നീ ഇതൊന്ന് വായിക്കണം. ഞാനിത് നോക്കി, ഇപ്പം നേരത്തെ ഇവിടെയൊക്കെ പറഞ്ഞ പോലെ
ഇതിപ്പോൾ മോസ്കോയിൽ പോകണം. മോസ്കോ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതായതുകൊണ്ട് മോസ്കോ അറിയാം. റദ്ഫത്തൻ എന്ന് പറയുന്നത് അപ്പനോട് എനിക്കിതൊന്നും അറിയില്ലേ. അപ്പം ഞാൻ ആകെ ഒരു അങ്കിലാപ്പിലായി, കാരണം എനിക്ക് ഇത്രയൊന്നും അറിയില്ല എന്നുള്ളത് അറിയാം. ഇനിയും പുഴയൊഴുകും, കരയുന്നോ പുഴ ചരിക്കുന്നോ, കല്ലായി പുഴ ഒരു മണവാട്ടി. ഇപ്പോൾ ഏറ്റവും ഒടുക്കം വണ്ണാത്തി പുഴയുടെ തീരത്ത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ വേണ്ടി വരുമെന്ന് എനിക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ മാഷ ഇവിടെ എത്ര പേരെ എൻ്റെ ശിഷ്യന്മാരിവിടെ ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അപ്പം മാഷിൻ്റെ ക്ലാസ്സുകൾ കേട്ട് ഈ കഥ പറച്ചിലുകൾ കേട്ട് കഥ വായിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ് നമുക്ക്. എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു വിഷയം ബാബുരാജിന്റെ പ്രണലിലെ നുഴഞ്ഞ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചും കൂടി പറയേണ്ടി വരും. വേദി ആദരണീയരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷപൂർവ്വമാണ് ഞാനിവിടെ അവർ പറഞ്ഞതുപോലെ തന്നെ കുറേ കാലമായി കമ്പ്യൂട്ടർ മോശം കേട്ടിട്ട് ഒരുപാട് ആൾക്കാരെ ഇവിടെ ഉണ്ട്. ബാബുരാജ് വളരെ അടുത്ത കാലത്താണ് ഞാൻ പരിചയപ്പെട്ടതും കണ്ടെത്തിയത്. എൻ്റെ 3ാമത്തെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഞാൻ സമീപിച്ചിട്ടുണ്ട്.